നമസ്കാരം. മാണി സുന്ദരി ഒളിച്ചോടി ഇടതിനൊപ്പം. ചരൽക്കുന്നിൽ UDFന്റെ കുന്നിറങ്ങിയ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ താഴ്വാരത്ത് എത്താനുള്ള നീക്കത്തിലാണ്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന മാണി CPM ബാന്ധവത്തിലൂടെ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് പിടിച്ചു. ഇത് കേവലം ഒരു കോട്ടയം ചിട്ടയിലുള്ള രാഷ്ട്രീയ കഥകളിയാവില്ല, ഭാവിയിലേക്കുള്ള ചൂണ്ടുപലക കൂടിയാണ്. മാണിസാറെ മടങ്ങി വരൂ എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ ചതിച്ചാണ് KM മാണിയുടെ കോട്ടയത്തെ നീക്കം. നമ്മെ മനസ്സിലായി കാണുമല്ലോ, നാമാണ് ആറേക്കാട്ടമ്പാടി തമ്പാൻ. മേൽപ്പടിയാൻ വഹിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കും പ്രകാരം തീരുമാനിക്കുവാനും സമ്മതിച്ചിരിക്കുന്നു. ഈ തീരുമാനം എഴുതി കേരള കോൺഗ്രസിന്റെ മെമ്പർമാരും കോൺഗ്രസിന്റെ മെമ്പർമാരും 14 പേരും ഒപ്പിട്ട കോപ്പിയാണിത്. 14 മെമ്പർമാർ. ഇതിന്റെ മഷി ഉണങ്ങിയിട്ടില്ല. ഈ കടലാസിന് അവര് വില നൽകാതെ വലിയ കൊടും ചതി, കൊടും വഞ്ചന, അത് ശ്രീ ജോസ് കെ മാണിയുടെ ആ ഒരു പദവിക്ക് ചേരുന്നതല്ല. കേരള കോൺഗ്രസ് ആരും കൊതിക്കുന്ന സുന്ദരിയാണ് എന്നാണ് KM മാണി പറഞ്ഞത്. അത്ര യൗവനയുക്തയൊന്നുമല്ലെന്ന് CPIയും പറഞ്ഞിരുന്നു. BJP പോലും മോഹിച്ച ഈ സുന്ദരിയെ CPM സ്ഥിരമായി കൂടെ കൂട്ടാൻ തുടങ്ങുകയാണോ എന്ന് ഇനി അറിയേണ്ടു. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നും, അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നും. കേരള കോൺഗ്രസിന് എല്ലാവർക്കും താല്പര്യമാണ്. ഞാനെന്താ ചെയ്യുന്നത്? KM മാണിയുടെ മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തു കൂടിയാണ് കോൺഗ്രസിനെ പ്രഹരമേൽപ്പിച്ച് കേരള കോൺഗ്രസ് തിണ്ണമിടുക്ക് കാട്ടിയത്. ഉമ്മൻചാണ്ടിയും KM മാണിയും തമ്മിലുള്ള ആത്മബന്ധം കണക്കിലെടുത്ത് തന്നെ തുണയ്ക്കാനെങ്കിലും മാണി വരുമെന്ന് ഉമ്മൻചാണ്ടി കരുതിയിരുന്നു. എല്ലാം വെറുതെയായി. ഒന്ന് ഫോണിൽ പോലും മാണി സാറിനെ കിട്ടുന്നില്ല. ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എല്ലാ ധാരണയ്ക്കും എതിരായി നാടകീയമായി നടത്തിയ കാലുമാറ്റം ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമായിപ്പോയി. കോട്ടയം DCC ചോദിച്ചു വാങ്ങിയതായത്. കാരണം ഞങ്ങളെപ്പോഴും UDFിനോട് അന്ധമായ ഒരു എതിർപ്പോ അന്ധമായ ഒരു അകൽച്ചയോയില്ലായിരുന്നു. നേരത്തെ മതിയായ കാരണങ്ങളില്ലാതെ UDF വിട്ടപ്പോൾ കോൺഗ്രസോ UDFോ മാന്യത വിട്ട് ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങളെ കുത്തി നോക്കിയാണ്. കോട്ടയം DCC എന്താ കഴിഞ്ഞ ദിവസം നടന്നത്? അവർ പറഞ്ഞു എന്താ കേരള കോൺഗ്രസ്, അവർക്കെന്താ ശക്തിയിരിക്കുന്നത്, അവർക്കിവിടെ ആളിരിക്കുന്നത്, അവരെയൊന്നും UDF വേണ്ട, അവരെയൊന്നും UDFിലേ വേണ്ട. നമുക്ക് KPCC ഇരുന്ന പ്രസ്താവന, നമുക്കാരെയും ക്ഷണിക്കൊന്നും വേണ്ട, കേരള കോൺഗ്രസ് ഒന്നും ക്ഷണിക്കേണ്ട കാര്യമില്ല. ഈ നിലയ്ക്ക് ഞങ്ങളെ ഇട്ട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഒന്ന് ഇന്ന് പറയുന്ന കാരണങ്ങൾ ഒന്നും തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. KPCC വിമർശനമുണ്ടായി, DCCയിൽ വിമർശനമുണ്ടായി. ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? വർഷങ്ങൾ പോയാലും ഇണവേറെ വന്നാലും ആ ശിശിരം മായുമോ ഓർമ്മകളിൽ. ഇത് കേട്ടാൽ തോന്നും UDFിൽ നിന്നുകൊണ്ടാണ് KM മാണി CPM ബാന്ധവം ഉറപ്പിച്ചതെന്ന്. മുന്നണിക്ക് പുറത്തു പോയത് അതുകൊണ്ടല്ലേ? അപ്പോൾ മാണി മറുകണ്ഠം ചാടി എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ? ഒരു ജില്ലാ പഞ്ചായത്തിലെ മാത്രം സംഭവമാണെങ്കിലും കേരള കോൺഗ്രസ് നീക്കത്തെ
തികഞ്ഞ വഞ്ചനയായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. വെറും വഞ്ചനയല്ല, കൊടിയ വഞ്ചന, വഞ്ചന മാത്രം. കെ എം മാണിയും കേരള കോൺഗ്രസും തികഞ്ഞ രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയിട്ടുള്ളത്. ഇത് വ്യക്തമായിട്ടുള്ള വഞ്ചനയുണ്ടായത് കെ എം മാണിയുടെ ഭാഗമാണ്. ഈ വഞ്ചനയോട് ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരു കടുത്ത വഞ്ചനയായിട്ടേ കാണാൻ സാധിക്കും. അദ്ദേഹം കാണിച്ച ഈ കൊടിയ രാഷ്ട്രീയ വഞ്ചന, ഞങ്ങൾ ആവർത്തിക്കുന്നു, രാഷ്ട്രീയ വഞ്ചന അദ്ദേഹത്തിന് യോജിച്ച ഒന്നായിരുന്നില്ല. രാഷ്ട്രീയ വഞ്ചന ആശാന്മാരാ കോൺഗ്രസ്. അപ്പോൾ ഈ മൂതരവി കാണിച്ചതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വഞ്ചനയായിപ്പോയി. കാരണം സണ്ണിയെ എല്ലാവരും കൂടി ഒരുമിച്ച് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന ഹോളിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നിട്ട് നേരെ കൂടെ ഉണ്ടായിരുന്നതിൽ 6 പേർ മറുപണ്ടം ചാടുന്നു. അത് വളരെ തെറ്റായിപ്പോയി. നെറികേടിൻ്റെ പര്യായമായി കെ എം മാണിയും മാർക്സിസ്റ്റ് പാർട്ടിയും മാറിയിരിക്കുക. അതല്ല പറഞ്ഞത്, അതല്ല. കേരള കോൺഗ്രസ് എന്തോ കരാർ ലംഘനം നടത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രതിക്കൂട്ടി നിർത്തി ഞങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത കക്ഷിയാണ് എന്ന് പറഞ്ഞ് ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാരെ ഇറങ്ങിയിരിക്കുന്നത് മലർന്ന് കിടന്ന് തുപ്പുന്ന തുല്യമാണ്. 2 ദിവസം മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും യോജിച്ചും സഹകരിച്ചും മുമ്പോട്ട് പോയവർ ഇന്നലെ രാവിലെ തൊട്ടാണ് വ്യത്യസ്തമായ നിലപാട് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോൾ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നയങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കും. കോൺഗ്രസിന് ഇട്ടേച്ചു പോയ കേരള കോൺഗ്രസിൻ്റെ നെറികേട് ഓർത്ത് കോട്ടയത്തെ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, അഖില കേരള കോൺഗ്രസ്സുകാർക്കും കലി തീരുന്നില്ല. ഇതിൻ്റെ തിരക്കഥ ജോസ് കെ മാണി MP ആണെന്നും അപ്പൻ മാണി മകൻ മാണിയുടെ തടവറയിലാണെന്നും കോൺഗ്രസ് സംശയിക്കുന്നു. ഈ ഇന്നത്തെ തീരുമാനത്തിൽ ശ്രീ ജോസ് കെ മാണിക്കും കെ എം മാണിക്കുമല്ലാതെ കേരള കോൺഗ്രസിൻ്റെ ആർക്കും പങ്കാളിത്തമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശ്രീ ജോസ് കെ മാണിയാണ് ഈ വഞ്ചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. മാണി സാറിൻ്റെ അറിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ എനിക്കോ ജോസ് കെ മാണിക്കോ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ യാതൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. മിസ്റ്റർ കെ എം മാണി ഷാജഹാൻ്റെ നിലയിൽ ജോസ് കെ മാണിയുടെ തടവിലാണ്. കെ എം മാണി ആർക്കും സംസാരിക്കാൻ കിട്ടുന്നില്ല. മാണിയും മകനും ഒളിവിലാണ്, അവരെവിടെയെന്ന് അറിയില്ല. അദ്ദേഹത്തെ ഫോണിൽ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ വ്യക്തമായിട്ട്? എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത്? ഞങ്ങൾക്ക് നേരെ പോകാം. CPM അല്ല ആരുമായിട്ടാണ് നേരെ പോകുന്നെങ്കിൽ നേരെ പോകും. ചർച്ച ചെയ്തു, അതിന് മറവല്ലോ ഉണ്ടോ? നിർഭാഗ്യകരമായി പോയി. ഇതൊരു വെല്ലുവിളിയായി കോൺഗ്രസ് ഏറ്റെടുക്കും. ജില്ലാ പഞ്ചായത്തിലെ പാർലമെൻ്ററി പാർട്ടി കൂടി കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി കൂടി അവർ സ്വയം എടുത്ത തീരുമാനമായത്. ഇത് പ്രാദേശിക കൂട്ടുകെട്ടെന്ന് പറഞ്ഞ് ഒഴിയാണ്ട കാര്യം. ഒരു ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ പ്രാദേശിക തലത്തിൽ മെമ്പർമാർ തമ്മിൽ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. അവരാ ഇതിനൊക്കെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് അത് പരിഭവിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് പരിഭവത്തിന് ഒരു അവകാശമില്ല. ചരിഞ്ഞ കൊമ്പൻ എന്തിനാ ഷാജേട്ടാ നെറ്റിപ്പെട്ട CPM-ഉമായിട്ട് രഹസ്യ ധാരണയുണ്ടാക്കി കോൺഗ്രസിനെ അപമാനിച്ചിരിക്കുകയാണ് ഇവിടെ. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കെ എം മാണിയുടെ പാർട്ടിയുമായി യാതൊരു ബന്ധവും കോൺഗ്രസിനുണ്ടാവില്ല. ഇനി നാളെ കാക്ക മലർന്ന് പറന്നാലും ജോസ് കെ മാണി കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയാവില്ല. അവരെന്താ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? അവരല്ലേ ഇപ്പോൾ തോളെ കയ്യൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വരട്ടെ. ഏറ്റവും അവസാനം ശ്രീ ജേക്കബ് തോമസിനെ വിജിലൻസിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പോലും ഈ ഡീലിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാണിയും ജോസഫും ഇടയ്ക്കിടയ്ക്ക് ലയിക്കുമെങ്കിലും
കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇരുവരും ഇരു ധ്രുവത്തിലായിരുന്നു. മാണി സാർ രാജിവെച്ചപ്പോൾ ഐക്യദാർഢ്യ രാജിക്ക് ഔസേപ്പച്ചൻ തയ്യാറായില്ല. 35 വർഷം നീണ്ട UDF ബാന്ധവത്തിന് അറുതി വരുത്തി മാണി ഇടതുപ്രേമം വ്യക്തമാക്കുമ്പോഴും 2 പതിറ്റാണ്ടു നീണ്ട ഇടതു ബന്ധത്തിലേക്ക് തിരികെ പോകാൻ ജോസഫും കൂടെയുള്ളവരും തയ്യാറല്ല. കേരള കോൺഗ്രസ് വളരും തോറും പിളരുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഞാൻ പോവാന്ന് ആക്കരുത്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. ഞാൻ പോവാ. അപ്പോൾ LDF-ലേക്കാണോ UDF-ലേക്കാണോ ഇതൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ചർച്ച ചെയ്യാതെ ഒരഭിപ്രായം പറയുന്നതിനൊരു പ്രസക്തിയില്ല. കാരണം അങ്ങനെ ഒരു ചർച്ചയും ഇപ്പം നടന്നിട്ടില്ല. ആ വിഷയത്തിലേക്ക് പാർട്ടി കടന്നിട്ടുമില്ല. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത് കഞ്ഞികള്. മാണി ബജറ്റ് വിൽക്കുന്നയാളെന്നും വീട്ടിൽ നോട്ട് യന്ത്രം സ്ഥാപിച്ചയാളെന്നുമുള്ള നിലപാടിൽ നിന്ന് CPM മാറിയോ എന്നറിയണം. KM മാണിയെ നിയമസഭയിൽ ലഡു തീറ്റിക്കാതിരിക്കാൻ CPM നടത്തിയ കോലാഹലമൊന്നും നാട്ടുകാർ മറന്നിട്ടില്ല. മഹാഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ രാഷ്ട്രീയ ലൈനൊക്കെ മറന്ന് KM മാണിക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നത് ഭാവിയിലൊരു ബാധ്യതയാവാതിരുന്നാൽ മതി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലക്കം പറച്ചിലാണ് ഇതിലേറെ രസകരമായിട്ടുള്ളത്. അവരെന്തെല്ലാം സമരങ്ങളാണ് നിയമസഭയ്ക്കകത്തും പുറത്തും മാണി സാറിനെതിരെ നടത്തിയത്. ഇക്കാലം അത്രയും ശത്രുപക്ഷത്ത് നിന്ന് CPM-വുമായി കൈകോർക്കാൻ ഒരു മടിയും KM മാണിക്ക് ഇല്ല എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ജനങ്ങളാകെ ആർത്തലിച്ച് കഴുത്തിന് പിടിച്ച് രാജിവെച്ച് ഒഴിയുകയാണ്. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടി. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളോട് ആദ്യം പറഞ്ഞത് CPM നേതാക്കന്മാരാണ്. KM മാണിയെ ഇന്ന് തന്നെ അദ്ദേഹം രാജി സമർപ്പിക്കുകയാണ് വേണ്ടത്. പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം ഉടനെ തന്നെ രാജി സമർപ്പിച്ച് വീട്ടിൽ പോയിരിക്കുകയാണ് വേണ്ടത്. ആ മാണിയുടെ വീട്ടിലെ നോട്ടെണ്ണുന്ന യന്ത്രത്തിലെ എണ്ണിയ നോട്ടുകൾ എത്ര എണ്ണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി തങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് CPM-ന്റെ നേതാക്കന്മാർ തുറന്നു പറയണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ ഇവിടെ നിയമസഭയിൽ അപമാനകരമായ രംഗം സൃഷ്ടിക്കുകയും ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി കൂട്ടത്തിലൊരു ഉരുപ്പടി പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത CPM-വുമായി കൂട്ടുകൂടാൻ ഒരു മടിയുമില്ല എന്നുള്ളത് രാഷ്ട്രീയമായ ഏറ്റവും വലിയ അവസരവാദപരമായ സമീപനമാണ്. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്തതടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കട്ടപ്പുറത്തെ സമരം. വടികട്ടാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ. കടുകഠോര കുടുസകടമാണു ശനി ശരണമാരു ശിവനേ. ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നുസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി.